ഇത് പോരെ? ശരി സാർ. പപ്പേട്ടാ വെങ്കിടി പറഞ്ഞ ആള് വന്നു. പോവല്ലേ? വിട്ടോ, ഞാൻ എത്താം. ഞാൻ വിളിക്കാം. ഒന്ന് ഇറങ്ങി വാന്ന്. വെങ്കിടി പറഞ്ഞ ആളെത്തി. ഈ വിട്ടോ, ഞാൻ ലോഡാക്കിട്ട് വരാം. വന്നൂടാ, വന്നു. ഐറ്റം വന്നു. ആരവരൊക്കെ? ഫ്രണ്ട്സാ. പപ്പൻ, കുയില്, ചിറ്റാമൃത്, മായൻ, SRK. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാടാ. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യ വലതുകാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടതുകാലം വെച്ച് കയറിയാൽ എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ഇടത് മതി. നിന്റെ കരിങ്കാലാണ്, അവിടെ നിന്നാ മതി. വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും കൂടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. മര്യാദക്ക് പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി. വാ, ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ? എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓൾ ഇവിടെ നിക്കാനാ പരിപാടിയെങ്കിൽ പറച്ചോനെ ഇജ്ജെന്നെ കാക്കേ വഴിയുള്ളോ. എന്റെ കൺട്രോള് പോവാണ്ട. എന്റെ വീട് അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പൊരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞോ. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തികയുമ്പോ തരും. അല്ല, മാസം തരും. അയ്യോ തെറ്റി. നീ ഒരാളാണെങ്കിൽ ശരി. വെളിയിരിക്കുന്നവരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യായിരുന്നില്ലടാ പന്നിയോളെ. ഇതൊരു മാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. മിണ്ടാണ്ടിരിക്കടാ, ഇറച്ചി കൊതിക്കാരൻ വന്നു. പുറത്തിറങ്ങിയ പീഡ കേസാ, പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. എങ്ങടാ അവിടെ ഇരിക്കടാ, ഒരു ക്രിമിയടി വന്നേക്കണ്.